നിങ്ങളൊരു പേഷ്യൻറ്റിന് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നു. കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ പേഷ്യൻറ്റിന് സിവിയർ ഇച്ചിങ്, പിന്നെ ഫേസിലും ലിപ്പിലും ഒക്കെ സ്വെല്ലിങ്, വീസിങ്, സഡനായിട്ട് BP ഡ്രോപ്പ് ആവുന്നു. എന്ത് ചെയ്യും നിങ്ങൾ? എന്ത് മെഡിസിൻ ഫസ്റ്റ് കൊടുക്കും? IM എപ്പിനെഫ്രിനാണ് കൊടുക്കേണ്ടത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം ഒരു ലൈഫ് ത്രെട്ടനിങ് എമർജൻസി ആണെന്ന്. അനാഫിലാക്സിസ് ആണ് ലൈഫ് ത്രെട്ടനിങ് ആയേക്കാവുന്ന ഒരു എമർജൻസി. അനാഫിലാക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിവിയർ ലൈഫ് ത്രെട്ടനിങ് സിസ്റ്റമാറ്റിക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനാണ്. ഇതിൽ റെസ്പിറേറ്ററി അല്ലെങ്കിൽ കാർഡിയോവാസ്കുലാർ കോംപ്രമൈസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അനാഫിലാക്റ്റിക് ഷോക്കായിട്ട് പ്രോഗ്രസ് ആകാം. ഇനി നമുക്ക് അനാഫിലാക്സിസ് എങ്ങനെ തിരിച്ചറിയാൻ നോക്കാം. അതിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് സ്കിന്ന്, എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ. സ്കിന്നിൽ ഹൈവ്സ്, ഇച്ചിങ്, ഫ്ലഷിങ്, സ്വെല്ലിങ് ഉണ്ടാവാം. എയർവേ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ലിപ്സ്, ടങ് അല്ലെങ്കിൽ ത്രോട്ട് സ്വെല്ലിങ്, സ്ട്രൈഡർ ഒക്കെ നോക്കാം. ബ്രീത്തിങ് ആണെങ്കിൽ വീസിങ് ഉണ്ടാവാം, ബ്രോങ്കോസ്പാസം ഉണ്ടാവാം, ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, ഓക്സിജൻ സാച്ചുറേഷൻ കുറയാം. സർക്കുലേഷൻ, ടെക്കിക്കാർഡിയ, ഹൈപ്പോടെൻഷൻ, ഡിസിനസ്, സിങ്കോപ്പ്, ഷോക്ക് ഉണ്ടാവാം. ഇതിനോടൊപ്പം അബ്നോർമൽ ക്രാംസ്, വോമിറ്റിംഗ്, ഡയറിയ എന്നിവയും ഉണ്ടാകാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ പേഷ്യൻസിനും സ്കിൻ സിംറ്റംസ് ഉണ്ടാവണമെന്നില്ല. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്, അനാഫിലാക്സിസിൻ്റെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പിനെഫ്രിനാണ്. എപ്പിനെഫ്രിൻ IM റൂട്ട് കൊടുക്കും. പിന്നെ സൈറ്റ് എന്ന് പറയുന്നത് ആൻറ്റീരിയോ ലാറ്ററൽ തൈ ആണ്. അഡൽട്ടിൻ്റെ റെക്കമെൻഡഡ് ഡോസ് എന്ന് പറയുന്നത് 0.5 mg ആണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 1 mg/ml എപ്പിനെഫ്രിനാണ്. ആവശ്യമാണെങ്കിൽ നമുക്ക് 5 മിനിറ്റ് ഇൻ്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യാം. IV ആക്സിസ്, ലബോറട്ടറി ടെസ്റ്റ്, അത് മെഡിക്കേഷൻസ് ഒന്നും കാത്തിരുന്ന് എപ്പിനെഫ്രിൻ ഡിലേ ചെയ്യരുത്. ഇനി നമുക്ക് നഴ്സിംഗ് മാനേജ്മെൻറ്റ് നോക്കാം. നഴ്സിംഗ് മാനേജ്മെൻറ്റിൽ ABCDE ഇങ്ങനെ നമുക്ക് ഓർമ്മിക്കാം. അതിന് പിന്നെ പേഷ്യൻ്റെ കണ്ടീഷൻ പെട്ടെന്ന് തന്നെ ഡിറ്റോറേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ട് കണ്ടിന്യൂസ് ആയ മോണിറ്ററിങ് ആവശ്യമാണ്. അതർ മെഡിക്കേഷൻസ് എന്ന് പറയുന്നത് ആൻറ്റിഹിസ്റ്റമിൻസും കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ഒക്കെയാണ്. പക്ഷേ ഇതൊന്നും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ്സ് അല്ല. പിന്നെ ബ്രോങ്കോസ്പാസം ഒക്കെ കാണുകയാണെങ്കിൽ ബ്രോങ്കോ ഡയലേറ്റർ യൂസ് ചെയ്തിട്ട് നെബുലൈസേഷൻ ചെയ്യാം. അപ്പോൾ ഇതാണ് അനാഫിലാക്സിസ്.